ഹലോ ഗേസ്, അപ്പം നമുക്ക് ശംഖുപുഷ്പം കൊണ്ട് എങ്ങനെയാണ് ഒരു ഫേസ് ക്രീം ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൽ, അതൊരു കപ്പ് വെള്ളത്തിൽ ഈ ശംഖുപുഷ്പങ്ങൾ പറിച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് വയ്ക്കുക കുറച്ച് നേരം. ശംഖുപുഷ്പത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ആ വെള്ളം നമുക്ക് അരിച്ചെടുക്കാം. നല്ല ഭംഗിയുള്ളൊരു കളറ് നമുക്ക് കിട്ടും. ആ കളറിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി നമ്മൾ അതിൽ നല്ല പോലെ യോജിപ്പിക്കാം. നല്ല പോലെ യോജിപ്പിച്ച് കഴിയുമ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൽ അത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പരുവത്തിലായി നമുക്ക് കിട്ടും. ഒരു ക്രീം പരുവത്തിൽ അപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും. എന്ത് രസമാണെന്ന് നോക്കിയാൽ ആ കളറിൽ ആ കോൺഫ്ലവറൊക്കെ ചേർന്നിട്ട് നല്ലൊരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്യാം. കറ്റാർവാഴയുടെ ജെല്ല് ഉണ്ടാക്കണം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കറ്റാർവാഴയുടെ ജെല്ലും ഈ മിശ്രിതവും കൂടെ നമുക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ല പോലെ ഇളക്കി അതിലേക്ക് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് ഗ്ലിസറിൻ, ഞാനിപ്പോൾ ഒരു മുടി ഗ്ലിസറിനാണ് അതിലൊഴിച്ചത്. അതിന് ശേഷം നമ്മൾ വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് ഇല്ലേ, അത് 2 അതിൽ പൊട്ടിച്ചിട്ട് ആഡാക്കി നല്ലപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഈ ഗ്ലിസറിനും ഈ വൈറ്റമിനും ഒക്കെ നല്ലോണം യോജിപ്പിച്ചിട്ട് അതൊരു നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇത്തിരി കോളെടുത്ത് എൻ്റെ കയ്യുമ്മൽ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ തന്നെ നല്ലോണം അബ്സോർബായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആവണുണ്ട്. നല്ല വ്യത്യാസം എനിക്ക് തോന്നിയിട്ട്, നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്. നല്ല സ്കിൻ നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല പോലെ സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ സുഖമായി ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.